ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യയിലെയൊക്കെ പ്രധാന വിഭവമായ ഒരു പരിപ്പ് കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് എല്ലാവരും ഇത് ആക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറുപയറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വറുത്തെടുക്കേണ്ട, അതിൻ്റെ ആ ഒരു വറുത്ത ഒരു മണം വരുമ്പോഴത്തേന് അത് എടുക്കാം നമുക്ക്. അതിനൊരു ഒരു ചുമന്ന കളർ അധികം ആകരുത്. ആകുന്നതിന് മുന്നേ തന്നെ നമുക്കത് എടുത്ത് മാറ്റണം. നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത മൂങ് ദാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇടുക. ഒരുപാട് കഴുകണ്ട, ഒരു വട്ടം ഒന്ന് കഴുകി എടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത്. അതിലേക്ക് അതുകൊണ്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ അടിക്കണം. നന്നായിട്ട് ചെറുപയറിൻ്റെ പരിപ്പ് വെന്ത് വരണം. അതുവരെ നിങ്ങൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. 1 പച്ചമുളക്, അധികം എരിവ് വേണ്ട, അതുകൊണ്ട് നമുക്ക് 1 പച്ചമുളക് ചേർത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ അരപ്പ് നമുക്ക് ആ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അരപ്പ് നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. കുറച്ച് ഇത് ഇരിക്കുന്തോറും അത് പിന്നെയും കട്ടിയായി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനിയും ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അതിലേക്ക് ഞാൻ ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു പരിപ്പ് കറിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.